ഓപ്പറേഷൻ തുഫാൻ മെഞ്ഞാറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോർമലായിട്ട് നമുക്ക് ഇനാഗ്രേറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഇന്നലെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഒരു 400 ഗ്രാം കൂടുതലുള്ള MDMA ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി സ്റ്റേറ്റിലെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി പിടിക്കാൻ പറ്റി. അതല്ലാതെ നമുക്ക് ഒരുപാട് സ്മാൾ ക്വാണ്ടിറ്റി കേസും ഉപയോഗിച്ചുള്ള കേസും എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായിട്ട് തുടരും. ഈ തുഫാനുടെ കോമ്പോണൻറ്റ് ഡിറ്റക്ഷൻ മാത്രമല്ല, മുഖ്യമായിട്ട് ആ കേസുകളെ മുൻകൂട്ടി കൊണ്ടുപോയിട്ട് കൺവിക്ഷൻ വരെ കൊണ്ടുപോകണം. അതൊക്കെ ഒരു കോമ്പോണൻറ്റൊക്കെ അതിനുடைய ഭാഗമായിട്ടുണ്ട്. പിന്നെ സപ്ലൈ സൈഡ് ആരാണ് മറ്റേ ഉപയോഗിക്കാറുടെ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു അവയർനെസ്, അതൊക്കെ ഒരു സെപ്പറേറ്റ് കോമ്പോണൻ്റ് ഉണ്ട്. അതിനോട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് മുൻകൂട്ടി പുറത്തുണ്ട്. സർ, കൊച്ചിയിൽ സിനിമ ഹബ്ബാണ്. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞ കാരവാനിലൊക്കെ പരിശോധന ഉണ്ടാവും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ പ്ലാനിലേക്ക് പോകുന്നുണ്ടോ? നമുക്ക് പ്രത്യേകം സ്പെസിഫിക് ഇൻപുട്ട് കിട്ടിയെങ്കിൽ നമുക്കത് മുൻകൂട്ടി പോകും. നമ്മളുടെ സർവൈലൻസ് അത് ഉണ്ട്. ഏറ്റവും നമുക്ക് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളതിൽ സൊസൈറ്റിയിൽ മറ്റു മുഖ്യമന്ത്രി അന്ന് കൊച്ചുകളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. മറ്റേ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കേന്ദ്രീകരിച്ചിട്ടാണ് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സംഘം ഓപ്പറേറ്റ് ചെയ്തത്. ഈ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും നമ്മുടെ സർവൈലൻസ് കൃത്യമായിട്ടുണ്ട്. അതനുസരിച്ച് ടീച്ചേഴ്സുടെ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ഉണ്ട്. നമുക്ക് ഇൻപുട്സ് വരുന്നുണ്ട്. ചില സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് അവിടെ നേരത്തെ പഠിച്ച സ്റ്റുഡൻസ് തന്നെ ഈ കച്ചവടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള എന്താ പറയുക, കമേഴ്ഷ്യലായിട്ട് അവർക്കുള്ള ഒരു കിട്ടக்கூடிய പ്രോഫിറ്റ് കൂടുതലാണ്. നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രെട്ട് നമുക്ക് കൂടിയുണ്ടെങ്കിൽ ഒരു സെർട്ടനിറ്റി ഓഫ് പണിഷ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആൾക്കാർ മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് ആ മേഖലയിൽ നമുക്ക് ഇടപെടും. അല്ല, DJ പാർട്ടി കൊച്ചി ഒരു വളർന്നു വരக்கூடிய നഗരമാണ്. സോ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ജെൻസി ഉണ്ട്. അവരുടെ ഒരു കൾച്ചർ ഉള്ളതാണ്. DJ പാർട്ടിനെ ഒരു സ്ട്രെസ് ആയിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് നമുക്കതൊരു യാതൊരു ഇത്ര ഒരു വേഗം വളരக்கூடிய സിറ്റിയിലുള്ള ഒരു ഭാഗമാണ്. അത് അതിനുடைய ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. DJ പാർട്ടി ഈസ് എ പാർട്ട് ഓഫ് ദി നൈറ്റ് കൾച്ചർ. എവറിബഡി ഈസ് ആസ്കിംഗ് ഫോർ എ നൈറ്റ് ലൈഫ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗം നമുക്ക് ഒരുപാട് DJ പാർട്ടികൾ സപ്ലൈ ചെയ്യുന്ന നേരത്തെ തന്നെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അതിൽ സപ്ലൈ ചെയ്ത ഡെൽബിൻ ഒരു ആളൊക്കെ നേരത്തെ മെയിൻ കണ്ണിയായിട്ടുള്ള ആളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുடைய ഭാഗമായിട്ട് DJ പാർട്ടി ഓർഗനൈസേഴ്സോടും ബാർ ഓണേഴ്സോടും നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉപയോഗമുണ്ടെങ്കിൽ ആ നടപടി അവർക്കെതിരായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ദേ ആർ ആൾസോ കീപ്പിംഗ് എ സർവൈലൻസ്. അവർ പാർട്ടി ഈസ് ആൾസോ കീപ്പിംഗ് എ സർവൈലൻസ്. ഇഫ് എനി സ്പെസിഫിക് ഇൻപുട്ട് കിട്ടിയെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നടപടിയെടുക്കും. അതല്ലാതെ തന്നെ നമുക്ക് ഡ്രഗ് ഉപയോഗിച്ച ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി ഡിവൈസസ് ഉണ്ട്. അത് കേന്ദ്രീകരിച്ചിട്ട് നേരത്തെ പറഞ്ഞ 3 മണി വരെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ചെയ്ത് നടത്തിയ ചില പോർട്ടലുകളുണ്ട്. അവിടെ നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്. ജനങ്ങളിൽ റെസ്ട്രിക്ഷൻ ഓർഡർ ഈസ് ദയർ അപ് ടു 11 ടിൽ ഒരു കൃത്യമായിട്ടൊരു റെഗുലേഷനും പോളിസിയും വരാറില്ല. നമുക്കൊരു ടെമ്പററി ആയിട്ടാണ്. അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രത്യേക സമയങ്ങളിൽ ആവശ്യപ്പെടുമെങ്കിൽ നമുക്കത് നീട്ടി കൊടുക്കാനേ ഉള്ളൂ. ലഹരി ഉപയോഗം ബന്ധമായിട്ട് അത് ശുദ്ധമായിട്ടാണ് മുൻകൂട്ടി പോകുന്നത്. അവിടെ പുറത്ത് ഇറങ്ങக்கூடிய ആൾക്കാർ അതിൽ നമുക്ക് റാൻഡമായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അവരുടെ പാർട്ടിനടുത്ത് കൂടി ഓർഗനൈസേഷൻസുമുണ്ട്. ദേ ആർ ആൾസോ സെൻസിറ്റൈസ്, ദേ ആർ ആൾസോ റെസ്പോണ്ടിങ് ടു. കൊച്ചിയിലെ കല്ലൂരിലെ 2 പെൺകുട്ടികളുടെ ആക്രമണ സംഭവത്തിൽ ആ മുഖ്യ പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, മറ്റുള്ളവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് സാർ? അല്ല, മുഖ്യ പ്രതി നമ്മളുടെ റേഡാറിൽ തന്നെ ഉണ്ട്. സോ ടീംസ് ആർ സെർച്ചിങ് ഫോർ ഹിം. നിങ്ങൾക്ക് എല്ലാവരും അറിയக்கூடிய ആളാണ്. അത് കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. അപ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ച് ടീമുകൾ പോയിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ടീമുകൾ പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ഹി വിൽ ഗെറ്റ് ഇറ്റ് ബിക്കോസ് വി ഹാവ് എ ക്ലിയർ എവിഡൻസ് ആൻഡ് ക്ലിയർ ഇൻഡിക്കേഷൻ. അല്ല, അത് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അത് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാം. അല്ല, നിങ്ങൾക്കത് വളരെ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചപ്പെടக்கூடிய കാര്യമാണ്. അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. നമ്മുടെ പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേഷനിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലെ കൈകാര്യം ചെയ്തതിനെതിരായിട്ടാണ് അദ്ദേഹത്തോട് പരാതി വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് അന്വേഷിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിനുடைய ഗൗരവം അനുസരിച്ചിട്ട് സീരിയസ്നെസ് അനുസരിച്ചിട്ട് നമുക്ക് നടപടിക്ക് പോവാം. മുഖ്യമാരും
നോക്കട്ടെ, ബിക്കോസ് ഇറ്റ് ഈസ് an ego, or if it has crossed beyond a limit, definitely law will take its course. സാറേ, ഈ മോഡൽ കേസിൽ കഴിഞ്ഞ ദിവസം ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു പ്രതി ഒരു ഔറംഗസേബിനെ കുറിച്ചുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്, ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു നടപടി? ഇല്ല, ആ കേസിൽ നമുക്ക് എവിഡൻസ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞതാണ്. മറ്റേ 2 ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവരെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അവരും ദേ ആർ ഓൾസോ ട്രൈങ് ടു കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് അവരുടെ ഭാഗമായിട്ട് പറയരുതാണ്. ബട്ട് അന്വേഷണത്തിന് അത് ഒരിക്കലും ബാധിക്കില്ല. സോ അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള രീതിയിൽ, ആരെങ്കിലും ത്രെട്ടൺ ആയിട്ടുള്ള രീതിയിൽ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയാൽ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.